നെടുങ്കണ്ടം തൂക്കുപാലം മേഖലകളിലൊക്കെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും വലിയ മഴ പെയ്തത്. അതുകൊണ്ട് ആളുകൾ ആരും ഇങ്ങനെ ഒരു ദുരിതമുണ്ടാകുമെന്ന് കരുതിയതേയില്ല. സ്കൂട്ടറും കാറും ഒക്കെ ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. ഒരു ട്രാവലർ ഒലിച്ചുപോയി. ഇതാണ് ആ ദൃശ്യങ്ങൾ. ജെയിൻ എസ് രാജു ഉണ്ട്. ജെയിൻ, ഈ ട്രാവലർ പിടിച്ചെടുക്കാൻ പറ്റിയോ? പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണോ? വേറെ എത്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി? എത്ര വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്? ദിബീഷ്, വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. ഇത് അന്തർ സംസ്ഥാന പാതയാണ്. വണ്ണപ്പുറത്ത് നിന്നും കമ്പംമേട്ടിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന പാത. ആ പാതയിൽ പല സ്ഥലത്തും ഇതേപോലെയാണ്. ഈ പുഴ കരകവിഞ്ഞൊഴുകി പല സ്ഥലത്തും വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വെള്ളം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത്. ഈ അപകടമുണ്ടായത്, ഈ ട്രാവലർ ഒലിച്ചു പോയത് ഇതിനും അപ്പുറം ഒരു 3 ജനവാസ മേഖലയ്ക്ക് അപ്പുറം കൂട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് വാഹനത്തിൽ എത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം പല സ്ഥലത്തും ഇതേപോലെ വെള്ളം റോട്ടിൽ കയറി കിടക്കുകയാണ്. അതുകൊണ്ട് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. 3 വാഹനങ്ങളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരു കാറും അതോടൊപ്പം തന്നെ ട്രാവലറും ഇരുചക്ര വാഹനങ്ങളും. ഈ വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴ കരകവിഞ്ഞൊഴുകിയുള്ള നാശനഷ്ടങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആളുകൾ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ഈ പുഴയുടെ ചുറ്റും താമസിക്കുന്ന ആളുകളുണ്ട്. അവർ പല സ്ഥലത്തും ഒറ്റപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷേ ആർക്കും മറ്റ് അനിഷ്ട സംഭവങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ രാത്രി വൈകിയാണ് ഈ പ്രദേശത്ത് മഴ ആരംഭിച്ചത്. അതിനുശേഷം ഏതാണ്ട് 5 മണി വരെ അതിശക്തമായ മഴയായിരുന്നു. രാവിലെ ഏതാണ്ട് 3 മണിക്ക് ശേഷം കല്ലാർ ഡാമിൻ്റെ 4 ഷട്ടറുകളും പരമാവധി വെള്ളം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ ഭാഗത്തൊക്കെ വെള്ളം ഒരല്പം കുറഞ്ഞത്. ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ജലനിരപ്പ് കുറഞ്ഞു വരികയാണ്. സാധാരണഗതിയിൽ ഇവിടെ ഈ തീരത്തോട് ചേർന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണോ, അതോ നല്ല ആഴമുള്ള ഭാഗമാണോ? അത്ര അധികം വെള്ളം വന്നുകൊണ്ടാണോ ഇങ്ങനെ കയറിയത്? ദിവിഷ, നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഇങ്ങനെ സാധാരണ കയറാറില്ല. ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇന്നലെ എപ്പോഴാണ് മഴ തുടങ്ങിയത്? ഇന്നലെ മഴ തുടങ്ങിയത് വൈകിട്ടൊരു 5:30 ആയപ്പോൾ ചാറാനൊക്കെ തുടങ്ങി. ഒരു രാത്രി 2 മണി ആയപ്പോഴത്തേനും മഴയ്ക്ക് ശക്തിയിലാണ് ഇത്ര വെള്ളം കയറാനുള്ള കാരണം. ഇതിപ്പോ ഈ റോഡ് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇതേപോലെ വെള്ളം കയറി കിടക്കും? ഇത് മുണ്ടിരിമ ഉണ്ട്. അതുപോലെ തന്നെ മുണ്ടിരിമ കഴിഞ്ഞ് തൂക്കുപാലം ബാലഗ്രാം വരെ സ്റ്റഡി ഈ വെള്ളം തന്നെ. അസാധാരണമായിട്ടുള്ള മഴയാണ് ഇന്നലെ. അസാധാരണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ പല സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും പോയിരുന്നു. പല വീടുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ചുറ്റും, വീടുകൾക്ക് ചുറ്റും വെള്ളം കയറി കിടക്കുകയാണ്. റോഡ് പലപ്പോഴും തോടായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ്. പോസ്റ്റുകളുടെയൊക്കെ ഏതാണ്ട് പകുതിയോളം വെള്ളം മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം സാധാരണ മണ്ണിടിഞ്ഞു വീണും അതോടൊപ്പം തന്നെ മരം വീണും ഒക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ രാത്രി അത്തരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും മഴ കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് അധികം വൈകാതെ കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം വരും ദിവസങ്ങളിലൊക്കെ വലിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 22-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ തുടർച്ചയായി മലയോര മേഖലയിൽ മഴ പെയ്യുന്നത് തീർച്ചയായിട്ടും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദിവേഷ്.